കാട്ടാന ആക്രമണത്തിൽ കർഷകൻ മരണപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് മണ്ണാർക്കാട് ഡിഎഫ്ഒ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. കാട്ടാനാക്രമണത്തിൽ എടത്തനാട്ടുകര സ്വദേശിയായ കർഷകൻ മരണപ്പെട്ടതിന് പിന്നാലെയാണ് മണ്ണാർക്കാട് ഡിഎഫ്ഒ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. മറുപടി പറയൂ അധികാരികളെ, പറയൂ അധികാരികളെ, പറയൂ അധികാരികളെ, അധികാരികളെ അന്ധന്മാരെ, അധികാരികളെ അന്ധന്മാരെ, മറുപടി പറയൂ അധികാരികളെ, തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ ഉദ്ഘാടനം ചെയ്തു. ഈ സമരത്തെ തുടങ്ങി വെക്കുകയാണ്. ഈ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ന്യായമായി ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല എങ്കിൽ മണ്ണാർക്കാട് സമാന ചിന്താഗതിക്കാരായ മണ്ണാർക്കാട് മലയോരത്തെ മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് ഈ സമരം തുടരേണ്ടി വരും. അങ്ങനെ സമരം തുടരുമ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് നാട്ടിലിറങ്ങിയാൽ നാട്ടിലെ ആളുകൾ ആട്ടിയോടിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ ജനങ്ങളുടെ ഒപ്പം നിൽക്കണം, ജനങ്ങളുടെ പരാതി കേൾക്കണം, കലക്ടർ വരണം, മന്ത്രി വരണം. അവിടുത്തെ മലയോര മേഖലയിലെ എടത്തനാട്ടുകര മേഖലയിലെ ഞങ്ങൾ കൃത്യമായും പറയുന്നു, ഞങ്ങൾക്ക് വ്യക്തിബന്ധമുള്ള, ഞങ്ങൾക്ക് ആത്മബന്ധമുള്ള, ഞങ്ങൾക്ക് സംഘടനാ ബന്ധമുള്ള ഗ്രാമങ്ങളാണ്. ആ ഗ്രാമങ്ങള് ഒരിക്കലും ഞങ്ങൾ കൈവിടില്ല, അവരുടെ കൂടെ തന്നെ. യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഷമീർ പാഴേരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മുനീർ താളയിൽ, ഷമീർ, യൂത്ത് ലീഗ്, മുസ്ലിം ലീഗ്, MSF നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സമരത്തെ തുടർന്ന് DFOയ്ക്ക് നിവേദനവും നൽകി. എടത്തനാട്ടുകര MES ആശുപത്രിപ്പടി സ്വദേശി 66-കാരനായ ഉമ്മർ വാലിപ്പറമ്പനാണ് കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ടാണ് ഉമ്മറിന്റെ മൃതദേഹം കൃഷിയിടത്തിൽ കണ്ടത്. തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.